ഏറ്റവും നല്ല നിമിഷങ്ങൾ വരും എന്ന് കാത്തിരിക്കാതെ നമ്മൾക്ക് കിട്ടിയ നിമിഷത്തെ നല്ലതാക്കുക. ഏതു നിമിഷവും അവസാനിക്കാവുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം. ഓരോ നാൾ വഴികളും നന്മയുള്ളതാകട്ടെ. ഇന്നലെ സഹൃദയ കോളേജിൽ വെച്ച് നടന്ന സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതിനായി വേദി ഒരുക്കിയ സഹൃദയ കോളേജിലെ എല്ലാ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. ഇതിനായി പ്രവർത്തിച്ച നമ്മുടെ പ്രിയ അച്ഛനും ബാക്കി സഹായത്തിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 218 സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ സ്നേഹസംഗമത്തിന് ആരംഭം കുറിക്കാം. അതിനായി ഏറെ സ്നേഹത്തോടെ ശ്രീ ശശി പുതുരുത്തി ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്നു മേച്ചിൽ പുറങ്ങളിലൂടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ. അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ, മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുന്നിൽ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ്ഗകവാടത്തിൻ മുന്നിൽ. മുൾമുടി ചൂടി കുരിശും ചുമന്നിത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ, ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. താങ്ക് യു. വളരെ മനോഹരമായി ചേട്ടൻ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി മേരി വടുക്കര ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. 218ാമത് സ്നേഹ സംഗമത്തിന് സ്വാഗതം പറയുക എന്ന ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ റവറൻ ഫാദർ സോൾമൻ കടമാട്ടുപറമ്പിൽ സീമായി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഏറെ ആദരവോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന സുപ്പീരിയർ ലിസ്യസ് ഭവൻ ശരവണ്ണംപെട്ടി കോയമ്പത്തൂർ റവറൻ ഫാദർ ജോർജ് പുത്തഞ്ചിറ സീമായി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഇമ്പാക്ട്
Catalyst and Manager Livelihood Programs South, Trust for Retailers and Retail Associates of India, ശ്രീ ഡൊമിനിക് തോമസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസമുദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന കൊക്കോളങ്ങര ഈസ്റ്റ് അംഗൻവാടി ടീച്ചർ ശ്രീമതി റീജ മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോണിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് PRO ശ്രീ പിയൂഷ് കോട്ടപ്പുറത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തനകാരണം ആലപിച്ച ശ്രീ ശശി പുതുരുത്തി, അവതരണം നടത്തുന്ന കുമാരി ലീന MJ നാട്ടിക, ഉൾപ്പെടെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസോട്ടൻ കൊരട്ടി, നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ശ്രീ ജിഷോയ് എന്നിവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ദർശന ഗ്രൂപ്പിലെ എല്ലാ ഭാരവാഹികളെയും ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും ഈ സംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. മേരി വടൂക്കര. താങ്ക് യു മേരി ചേച്ചി. വളരെ മനോഹരമായി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജോസേട്ടൻ കൊരട്ടി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനെ പരിചയപ്പെടുത്തുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഓക്കെ, കേൾക്കാലോ. ഇന്നത്തെ സ്നേഹസംഗമം നടത്തുന്നത് ദർശനയാണ്. അടുത്ത സ്നേഹസംഗമം നടത്തുന്നത് അവർ ലേഡി ഓഫ് സോറോസ് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് 6-ാം തീയതി അവർ ലേഡി ഓഫ് സെക്കൻഡ് ഗ്രൂപ്പാണ് നടത്തേണ്ടത്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോയ് പാവർട്ടി, ജന്മദിനം ആഘോഷിക്കുന്ന LC പുത്തമ്പേലിക്കര, ഡെറ്റി കറുകുറ്റി 3 പേര്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19-ന് ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ചിങ്കാരിമേൾ ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുമുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്.
ഭിന്നശേഷിക്കാരുടെ ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കുന്നു. കനബെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിലുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വന്തത്തിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മതനേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന് മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട്. പ്രിയരെ, 16/8/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 217ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്ന് സ്നേഹസംഗമം നടത്തിയത് ദർശന സ്നേഹസംഗമം കമ്മിറ്റി. അവതരണം കുമാരി ലിജി PV അങ്കമാലി. പ്രാർത്ഥനാ ഗാനം കുമാരി ബിന്ദു മാള. സ്വാഗതം ശ്രീ PUS കോട്ടപുരം. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. ഈ യോഗത്തിൽ അധ്യക്ഷൻ എത്തിച്ചേരാൻ സാധിച്ചില്ല. ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ജിനു അച്ഛന് മാമോദിസ കാരണം വരാൻ സാധിച്ചില്ല. മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത് കൊരട്ടിയിൽ ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സ്മിത ജോജോ നാൽപ്പട്ടായിരുന്നു. ദർശന ക്ലബിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ജോസേട്ടനാണ് എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. പല്ലിനെ പറ്റി വളരെ വിശദമായി പറഞ്ഞു തന്നു. 2 നേരം പല്ല് തയ്ക്കുക, പലതരം പ്രശ്നമുണ്ട്. പല്ല് 6 മാസത്തിലൊരിക്കൽ പല്ല് 6 മാസത്തിനൊരിക്കൽ ഡോക്ടറെ കാണിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പല്ല് പൊളിക്കുന്നത് പല്ല് അമർത്തി തേക്കുന്നത് കൊണ്ടോ കേട് കൊണ്ടോ പല്ലിന് തേയ്മാനം വന്നതുകൊണ്ടോ സംഭവിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരികയും ചെയ്തു. കുറെ അധികം പേര് സംശയം ചോദിച്ച് മനസ്സിലാക്കി. എന്നെ വിളിച്ചത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജോയ് പാവട്ടി മനോഹരമായി ഗാനാലാപനം നടത്തി. യോഗം അവസാനിച്ചു. നന്ദി പറഞ്ഞത് PRO PUS കോട്ടപുരം. വീണ്ടും അടുത്ത ആഴ്ച കാണാമെന്ന ദൈവത്തിൽ നിർത്തുന്നു. റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? അച്ഛൻ കയറിയിട്ടില്ലേ? അച്ഛൻ കയറിണ്ടാ? റിപ്പോർട്ട് പാസ്സാക്കാൻ നമുക്ക്. അച്ഛൻ കയറി കാണുന്നില്ല. ഏറ്റവും മനോഹരമായി ജോസേട്ടൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അധ്യക്ഷപദം അലങ്കരിക്കാൻ ഏറെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്ന ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശനയുടെ എല്ലാമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ യോഗത്തിനായിട്ട് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ എല്ലാ ദർശനയുടെ കുടുംബാംഗങ്ങൾക്കും കൃത്യമായ സ്വാഗതവും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പെട്ടെന്നൊരു മോട്ടിവേഷൻ തരാൻ മാത്രം ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല. എങ്കിലും ഈ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് അവലോകനം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ സഹൃദയ കോളേജിൽ വെച്ച് നമ്മുടെ പാരാ സ്പോർട്സ് മീറ്റ് നടത്തുവാനായിട്ടിടയായി. ഏകദേശം 40-ൽ പരം ആൾക്കാർ എത്തിച്ചേർന്നു. ആദ്യമായിട്ടാണ് ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാരാ സ്പോർട്സ് മീറ്റ്, നമ്മൾ പാരാ അത്ലറ്റ് മീറ്റ് നമ്മൾ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം 4-5 വർഷത്തോളമായിട്ട് നമ്മൾ പാരാ അത്ലറ്റ് മീറ്റ് നടത്താറുണ്ട്. അത് ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ടാണ്. പാരാ ആർട്സ് മീറ്റ്, അതായത് ഭിന്നശേഷി കലോത്സവം എന്നുള്ള രീതിയിൽ നമ്മൾ ഒളരിയിൽ അത് നടത്തി വരാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് അത് ആരംഭിച്ചത്. ഈ വർഷം തന്നെയാണ് അത് ആരംഭിച്ചത്. ഈ വർഷം പാരാ സ്പോർട്സ് മീറ്റ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. 3 ഇവന്റ്സ് ആണ് നമ്മൾ അവിടെ നടത്തിയത്. പഞ്ചഗുസ്തി, നമ്മൾ
അത്ലറ്റ് മീറ്റിൽ നിന്ന് പഞ്ചഗുസ്തിനെ മാറ്റി സ്പോർട്സ് മീറ്റിലേക്ക് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഒത്തിരി തിരക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്ലറ്റ് മീറ്റിൽ നിന്ന് മാറ്റിയിട്ടാണ് സ്പോർട്സ് മീറ്റിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചഗുസ്തി മത്സരം, വീൽ ചെയർ ബാസ്കറ്റ് ബോള്, അതുപോലെ തന്നെ നമ്മുടെ ഡ്വാർഫ് ബാഡ്മിന്റൺ, ഏകദേശം 10ഓളം പിന്നെ ഈ ഡ്വാർഫായിട്ടുള്ളവർ, പൊക്കം കുറഞ്ഞവരായിട്ടുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ തുടക്കമായിരുന്നു. ഒത്തിരിയേറെ ജനശ്രദ്ധ ആ കുട്ടികളുടെ ഇടയിലേക്ക് ആകർഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഏകദേശം 2000 സ്റ്റുഡൻസ് ഉള്ള ആ ഒരു സഹൃദയ കോളേജിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയത്. എല്ലാ വർഷവും ഓണത്തിന് മുമ്പായിട്ട് ഇനി നമ്മൾ അവിടെ ഈ പാര സ്പോർട്സ് മീറ്റ് നടത്താമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എല്ലാ വർഷവും പാര സ്പോർട്സ് മീറ്റിന് വേണ്ടി ഒരുങ്ങുക. അപ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് കായികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ഉപകരിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, നമുക്കൊരു സ്വന്തമായിട്ട് ഒരു ഭവനം ലഭ്യമായി കഴിഞ്ഞു. നമ്മൾ തന്നെയാണ് അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും, സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. കമ്പനിപ്പടി, കൊല്ലൂരുള്ള കമ്പനിപ്പടിയുടെ അവിടെ മരിയ നഗർ എന്നുള്ള സ്ഥലത്താണ് ഏകദേശം 10 സെന്റ് സ്ഥലവും 10.5 സെന്റ് സ്ഥലമുണ്ട്. 10 സെന്റ് 10 എന്ന് പറയുന്നുള്ളൂ. 10 സെന്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇനി മുതൽ അതിന്റെ അയ്യന്തോളിൽ നിന്ന് മാറ്റി, ഓഫീസ് അയ്യന്തോളിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനി മുതൽ അവിടെ ആയിരിക്കും അതിന്റെ പ്രവർത്തന മേഖലകളൊക്കെ നമ്മൾ നടത്തുക. അപ്പൊ അവിടെ വന്ന് താമസിക്കാനും, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട്. താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ദൈവം നമുക്കായിട്ട് സജ്ജീകരിച്ച് തന്നിരിക്കുന്നു. ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇനി നമുക്ക് ഓണമാണ്. ഓണാഘോഷമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ഒരു കുറച്ച് പേർക്കെങ്കിലും നമ്മളൊരു കിറ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഈ ദിവസങ്ങളിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് അതിൻ്റെ ലിസ്റ്റും എല്ലാം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും പാവപ്പെട്ടവരായിട്ട് നിർത്തരായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അതും ഈ ഇതിനോടൊപ്പം തന്നെ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ദേവമാതാ സ്കൂളിൻ്റെ ഭാഗത്തായിരിക്കും അതിൻ്റെ ഒരു സഹകരണം ഉള്ളത് എന്നുള്ളത്. പിന്നെ നമുക്ക് തുടർന്ന് അടുത്ത മാസമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, അടുത്ത മാസം സെപ്റ്റംബർ 13-ാം തീയതിയാണ് നമ്മുടെ നീന്തൽ മത്സരം, സ്റ്റേറ്റ് ലെവലിലുള്ള നീന്തൽ മത്സരം നമ്മുടെ വടക്കേ സ്റ്റാൻഡിലുള്ള അക്വാട്ടിക് സെന്ററിൽ നമ്മൾ നടത്തുക. അപ്പോൾ എല്ലാവരും എല്ലാ വർഷവും നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. തൃശ്ശൂരാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിലെത്തിച്ചേരണമെന്ന്, പഠിച്ചവരും പഠിക്കാൻ ആഗ്രഹിച്ചവരും എന്നിട്ട് കാര്യമില്ല, നേരത്തെ പഠിച്ചവരും ഇപ്പോൾ പഠിക്കുന്നവരുമായിട്ടുള്ളവരെല്ലാവരും തന്നെ അതിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ PR അല്ലെങ്കിൽ ജോസറ്റ് മറ്റുള്ളവരെല്ലാവരും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സിജോന്റെ വീട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സിജോന് നമ്മൾ ഏകദേശം ഒരു 80,000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സിജോന്റെ വീട് പണി തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പാരപ്പറ്റ് സൺസൈഡ് അതിന്റെ അവിടെ വരെ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് വെച്ച് അവന് കൊടുത്ത് അത് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ്. ഈ വർഷം തന്നെ അത് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 ലക്ഷത്തോളം വരെ അവന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 80,000 കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമ്മൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ വേറെ എന്താ പീസറ്റാ എൻ്റെ മെമ്മറിയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നും. അപ്പോൾ ഇനിയും ഇതുപോലെ ഒറ്റ കെട്ടായിട്ട് ഐക്യത്തിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നെഗറ്റീവ്സിനെ അല്ല നമ്മൾ താലോലിക്കേണ്ടത്, പോസിറ്റീവിനെ വളർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ എല്ലാ ജീവിതത്തിലും ഉണ്ടാകും. വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ ഏറ്റക്കുറച്ചിൽ നമുക്ക് എന്തായാലും ഉണ്ടാകും. അത് ആ കുറച്ചിലിനെ അല്ല, ഏറ്റത്തെയാണ് നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ടത്. കുറച്ചിലാണെങ്കിൽ നമ്മളെല്ലാവരും കുറവുള്ളവർ തന്നെയാണ്. ആ കുറവിനെ നോക്കി ഒരിക്കലും നമ്മൾ പരിതപിച്ചിട്ടോ അല്ലെങ്കിൽ സഹതപിച്ചിട്ടോ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് നമ്മളൊത്തൊരുമിച്ച് നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, സഹതാപമല്ല സഹകരണം. സഹതപിച്ചിരുന്നിട്ടും നമുക്കൊരു ഉപകാരമില്ല. മറിച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഒരിക്കലും തനിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോളമനച്ചനോ അല്ലെങ്കിൽ ദർശനയിലെ 4-3-7 പേര് ചിന്തിച്ചുകൊണ്ടൊന്നും നടക്കില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. സോളമനച്ചന് തനിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തനിച്ച് ചെയ്യാം. അത് കൂട്ടായിട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് അത് ഏറ്റവും കൂടുതൽ തന്നെയാണ്.
ഇന്ന് ഞാൻ കളക്ട്രേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് വ്യക്തികൾ ഓടി വന്ന് എന്നെ സഹായിക്കേണ്ടായിരുന്നു. കൈപിടിച്ച് കൊണ്ടുപോകാനടക്കം അവർ നല്ല മനസ്സ് കാണിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഏത് തരത്തിലും സഹായിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ആ വ്യക്തി എന്നോട് പറയണ്ടായിരുന്നു. അപ്പൊ എന്തിനും സഹായിക്കാനായിട്ട് ഇന്ന് എന്നെ കണ്ടുകൊണ്ടല്ല, നമ്മുടെ ഭിന്നശേഷിക്കാരുടെ വളർച്ച കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ അവർ ചെയ്യാൻ തയ്യാറാകുന്നത്. പക്ഷെ അതിന് നല്ലൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഉന്നതങ്ങളിലേക്ക് ഭിന്നശേഷിക്കാർ ഓരോ വ്യക്തികളെയും, ഞാനാകുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ വ്യക്തികളും അവരന് വേണ്ടി ജീവിക്കുമ്പോഴാണ് അതിന്റെ മഹത്തരം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുകയാണെങ്കിൽ ഭിന്നശേഷിക്കാരെല്ലാവരും തന്നെ വളരാനിടയാകും, അത് ഉയരങ്ങളിൽ എത്താനിട്ടിടയാകും. പക്ഷെ അതിൽ വരുന്ന നെഗറ്റീവ് നമുക്ക് പലപ്പോഴും പറയുമ്പോൾ സമയം പോകാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരു നേരം പോക്കിനൊക്കെ നമ്മൾ ഇങ്ങനെ കുശുമ്പ് കുത്താന്ന് പറയും. അതായത് വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കളിയാക്കി കുറ്റം പറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങുക, അതിനുള്ള ഒരു നല്ല മനസ്സ് എല്ലാവരും ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. ഇന്നലെ ആ പരിപാടി വളരെ വിജയകരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ദർശനയുടെ എല്ലാ പരിപാടികളും വിജയത്തിലെത്തട്ടെ എന്ന് ഞങ്ങള് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കാൻ ഏറെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്നത് ലിസിയക്സ് ഭവൻ സുപ്പീരിയർ റവറൻ ഫാദർ ജോർജ് പുത്തഞ്ചിറ CMI കോയമ്പത്തൂർ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പേര് ജോർജ് അച്ഛൻ. സോളമൻ അച്ഛന്റെ സഭയിൽപ്പെട്ട അച്ഛൻ തന്നെയാണ് CMI. പ്രോവിൻസ് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കോയമ്പത്തൂർ ഇവിടെ ഒരു ആശ്രമത്തിലെ സുപ്പീരിയറായിട്ട് ഞാൻ താമസിക്കുന്നു. സോളമൻ അച്ഛനെ കാണാനായിട്ട് ഇടവന്ന ഒരു അവസരം ഞാൻ മനസ്സിൽ കൊണ്ടുവരാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം 10 മിനിറ്റ് ആണ്, അല്ലേ? 10 മിനിറ്റ് കൂടുതലെടുക്കില്ല. സോളമൻ, ഞാൻ അമല ഹോസ്പിറ്റലില് ഡോക്ടറെ കണ്ടിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു, ഒരു സൈഡ് ബെഞ്ചില്. അവസരത്തില് സോളമൻ അച്ഛൻ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് സാന്ത്വനത്തിൽ വെച്ചിട്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോ സോളമൻ അച്ഛൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലം എത്തി, പക്ഷെ അച്ഛൻ എന്നെ നോക്കാതെ കടന്നുപോയി. എനിക്ക് ആ കൂടി വിഷമമായി. ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരു അച്ഛൻ അവിടെ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് നോക്കാതെ ഒരു വിഷയാതെ കടന്നുപോയല്ലോ എന്ന് ചിന്തിച്ചപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സോളമൻ അച്ഛാന്ന് വിളിച്ചു, കൈ പിടിച്ചു, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛന്റെ കാഴ്ചശക്തി കുറച്ച് കുറവാണ് എന്നുള്ളത്. അങ്ങനെയാണ് സോളമൻ അച്ഛനെ പരിചയപ്പെട്ടത്. അടുത്തുണ്ടായത്, ഞാനൊരു ചെറിയൊരു പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തുന്നുണ്ട് ഓൺലൈനില്. അതിലേക്ക് ബീന മുല്ലശ്ശേരി എന്നുള്ള സഹോദരിയെ ക്ഷണിച്ചു പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞങ്ങളിവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും അച്ഛൻ നടത്തും പ്രാർത്ഥന, പക്ഷെ ഞാൻ കുറച്ച് സമയം വരാം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ നടത്തുന്നേ? അപ്പോഴാണ് സോളമൻ അച്ഛനാണ് എന്ന് മനസ്സിലായത്. സോളമൻ അച്ഛൻ നടത്തുന്ന പരിപാടികൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് സംസാരിക്കാൻ അധികം സമയം കിട്ടിയില്ലെങ്കിലും ഇന്ന് റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോഴേ ഇതൊരു വലിയ സംഭവമാണല്ലോ എന്ന് സന്തോഷം തോന്നി. ഒരാൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ശേഷിയുള്ളവരെ കൂടി അസൂയാർഹമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് സോളമൻ അച്ഛൻ. ആദ്യമായിട്ട് സോളമൻ അച്ഛന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും, ഇനി വരുന്ന പരിപാടികൾക്കെല്ലാം എല്ലാവിധ ആശംസകളും ദൈവം നടത്തട്ടെ എന്നുള്ളത്. എനിക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നവരെ ഞാൻ അഡ്രസ് ചെയ്തില്ലെന്ന് തോന്നുന്നില്ല. അപ്പൊ സോളമൻ അച്ഛന്, പിന്നെ ശ്രീ ഡൊമിനിക് തോമസ്, ഇമ്പാക്ട് കാറ്റലിസ്റ്റ് മാനേജറാണ്, ലൈവ്ലിഹുഡ് പ്രോഗ്രാം ട്രസ്റ്റ് ഫോർ റിട്ടൈലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ മാനേജറാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ശ്രീമതി റീജ,
പൊക്കുളങ്ങര ഈസ്റ്റ് അംഗനവാടി ടീച്ചറാണ്. പിന്നെ മറ്റുള്ള ഭാരവാഹികളെ, ഞാനൊരു ഫോർമലായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒരു പ്രശ്നം ഞാൻ ആദ്യം പറയാം. സാധാരണയായിട്ട് പള്ളിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ശേഷിയുള്ളവരോട് ഞാൻ പറയാറ്. ഇത് ഭിന്നശേഷിയുള്ളവരോട് പറയുമ്പോൾ എന്ത് മോട്ടിവേഷനാണ് ഞാൻ കൊടുക്കുക എന്നുള്ളത് കർത്താവിനോടും ചോദിച്ചു, എന്ത് മോട്ടിവേഷനാണെന്ന്. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ബൈബിൾ നമുക്കറിയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കാഴ്ച ഇല്ലാത്ത വ്യക്തിക്ക് കാഴ്ച കൊടുക്കുന്ന കർത്താവ്. അപ്പൊ അവര് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായത് ആരുടെ പാപം നിമിത്തമാണ്? പണ്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പാപം ചെയ്താലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. കർത്താവ് തിരുത്തുകയാണ്. ദൈവത്തിന്റെ മഹിമ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ കൂടി പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായി തീർന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വിഷമമുണ്ട്. പക്ഷെ എന്നാലും ദൈവത്തിന്റെ പ്രവർത്തനം മറ്റുള്ളവർ കാണുവാനായിട്ട് ഒരവസരം കിട്ടി. ഈശോയ്ക്ക് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈശോ ദൈവപുത്രനാണ് സ്ഥാപിക്കുവാനായിട്ട് അന്ധന് കാഴ്ച കൊടുക്കുന്ന വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതാണ് എന്നെ ഇന്ന് സ്പർശിച്ചൊരു കാര്യം. നമ്മളൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് മാറാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത്. എൻ്റെ മോട്ടിവേഷന്റെ ടോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരായ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം പ്രകടമാക്കി കൊടുക്കുവാനായിട്ട് പറ്റിയൊരു കാര്യമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത്. മുമ്പ് ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, നല്ല ഒരു നോൺ ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം ഭംഗിയായിട്ട് കഴിഞ്ഞു. അവർക്ക് ഒരു ശിശു ജനിച്ചു. പക്ഷെ ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായി. അങ്ങനെ 3-4 വർഷം അവർ വളർത്തി. അപ്പൊ അവര് പറഞ്ഞു, ഈ കുട്ടീനെ കൊണ്ടുപോയി ഡിവൈനിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ആരാധനയുണ്ട്, ആരാധനക്കിടയ്ക്ക് അച്ഛൻ പ്രാർത്ഥിക്കും, അങ്ങനെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, ധ്യാനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഓട്ടിസം മാറും, അത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഡിവൈനിൽ പോയി, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. അവിടെ പോയിട്ട് ആരാധനയിൽ പങ്കെടുത്തു. അപ്പൊ ആരാധനയിൽ ആരാധന നയിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഞാൻ പറയുന്നത് സ്പീഡാണോ, മനസ്സിലാകുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ആരാധന നയിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ഒരു കഥ പോലെ പറയായിരുന്നു. ദൈവത്തിന് ഒരു മകനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരാഗ്രഹം. അപ്പോൾ ആരായിരിക്കും അതിന് യോഗ്യൻ? അപ്പൊ ഈ മകനെ സ്വല്പം ഓട്ടിസം ഉള്ള ഒരു മകനെയാണ് ഈ ലോകത്തിൽ കടത്തിവിടാനായിട്ട്, ജന്മം കൊടുക്കുവാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച ദമ്പതികളായിരുന്നു ഈ 2 പേര്. വളരെ നല്ല സ്നേഹിച്ച് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കപ്പിൾ എന്ന് പറയാവുന്ന ഒരു കപ്പിളായിരുന്നു അത്, ഭാര്യയും ഭർത്താവും. അങ്ങനെ അവർക്ക് ജനിച്ച ശിശു ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയായി പോയി. അവർക്ക് വലിയ സങ്കടമായി പോയി. മറ്റുള്ളവർക്കൊക്കെ എന്തുമാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും വളർച്ചയുള്ള കുട്ടികളെയാണ്, ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളെയാണ് ദൈവം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടി തന്നോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ദൈവം അങ്ങനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചപ്പോഴ് ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരെയാണ് ഈ കുട്ടിനെ ഏൽപ്പിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ദൈവം കണ്ടുപിടിച്ച വ്യക്തിയാണ് ഈ ദമ്പതികൾക്ക്. ഈ അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് ഈ കൊച്ചിന് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് വളർത്തും എന്ന് ദൈവത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് കൊടുത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് അതിനു മുമ്പ് അവർ തീരുമാനിച്ചിരുന്നു, ഈ കുട്ടീനെ എവിടെയെങ്കിലും ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചേർക്കുകയാണെങ്കിൽ കുട്ടി അങ്ങനെ വളരും. അങ്ങനെ ആ മകനെ അവർക്ക് കൊടുക്കാനായിട്ട്, ആ സ്ഥലത്തേക്ക് കൊടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ആരാധന കഴിഞ്ഞപ്പോ ആ ഭാര്യ, ഈ കൊച്ചിന്റെ അമ്മ വന്നിട്ട് ഭർത്താവിനോട് പറയാണ്, നമ്മുടെ കൊച്ചുമോനെ, നമ്മുടെ പൊന്നുമോനെ ആർക്കും കൊടുക്കേണ്ട, നമുക്ക് വളർത്താം എന്ന് പറഞ്ഞ് അവര് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അച്ഛൻ ചോദിച്ച ചോദ്യമുണ്ട്, ഇവിടെ അത്ഭുതം നടന്നുപോയി എന്നുള്ളത്. അത്ഭുതം പ്രതീക്ഷിച്ചിട്ടാണ് പോയത്, പക്ഷെ ഇവിടെ ഏതെങ്കിലും അത്ഭുതം നടന്നോ എന്നുള്ളത്. അത്ഭുതം നടന്നു
എന്നുള്ളതാണ് പറയുന്നത്. എവിടെയാണ് അത്ഭുതം നടന്നത്? അവരുടെ മനസ്സുകളിലെ അത്ഭുതം നടന്നു. അവരൊരു പുതിയ വ്യക്തികളായിട്ട് മാറി. ദൈവം തനിക്ക് തന്ന ആ ശിശുവിനെ, ആ കൊച്ചിനെ അവർ തന്നെ വളർത്തുവാനായിട്ട് തീരുമാനിച്ചു. അവരുടെ മനസ്സിന്റെ മാറ്റം അതൊരു വലിയ അത്ഭുതമായിട്ടാണ് അച്ഛൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമായി അവർ തിരിച്ചു പോയെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം കാണിച്ചു കൊടുക്കുവാനാണ് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ, മനസ്സുകളിൽ അത്ഭുതം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. കഴിഞ്ഞ ഒരു മാസം മുമ്പ് യുക്തിവാദികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇരിഞ്ഞാൽക്കൂടെയായിരുന്നു തോന്നുന്നു. അവിടെ കേരള ഹൈക്കോടതിയിലത്തെ ഒരു ജഡ്ജാണ് അവിടെ പോയത് അത് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട്. അദ്ദേഹം പറയായിരുന്നു, കുട്ടികൾക്ക് അവർ വളർന്നു വരുമ്പോൾ അവർക്കൊരിക്കലും വിശ്വാസത്തെ പറ്റി പറയാനും പാടില്ല, ഒരു മതത്തിൽ വളർത്താൻ പാടില്ല. മതം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർ വളർന്നു വരട്ടെ. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാനായിട്ടും ചില കാര്യങ്ങളെ പറ്റി തീരുമാനം എടുക്കാനായിട്ട് ശക്തി ഉണ്ടാകുള്ളൂ എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തില് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, മതത്തെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറയാണ് എന്ന് ചിലർക്ക് പ്രതീക്ഷിക്കുന്നത്. നിരീശ്വരവാദത്തിന്റെ പ്രശ്നം അതാണ്. അപ്പൊ ദൈവം ഇല്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് ദൈവം ഉണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ മുല്ലശ്ശേരിയിലുള്ള സഹോദരനെ കാണാൻ പോയപ്പോൾ, ഞങ്ങളുടെ തൊട്ടടുത്താണ് മുല്ലശ്ശേരി ബീനയുടെ ചേച്ചിയുടെ വീട്. അങ്ങനെയാണ് ഞാൻ ബീനയെ ആദ്യമായിട്ട് കാണുന്നത്. കിടന്നിട്ട് ഇങ്ങനെ കൈയെ കുത്തി മുഖത്ത് പിടിച്ച് വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് കിടക്കുന്ന ബീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചോദ്യം വന്നു, ദൈവമേ, എന്തുകൊണ്ട് ബീനയ്ക്ക് ഇങ്ങനൊരു കാര്യം അങ്ങ് കൊടുത്തു എന്നുള്ളത്. പക്ഷെ ബീനയെ സന്ദർശിക്കുന്ന ആർക്കും, ബീനയോട് സംസാരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം തന്നെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിന് സ്നേഹം കൊടുക്കുവാനായിട്ട് ബീനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ശാലോമിലും പലതിലും വന്നിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റുള്ളവരെ പോലെ നടക്കുവാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ സാധിച്ചില്ലെങ്കിൽ തന്നെ ആ വ്യക്തിയിൽ കൂടിയിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ സാധിപ്പിക്കുന്ന ഒരു വ്യക്തിവിശേഷം ബീനയിലുണ്ടായിരുന്നു. അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. ഞാൻ നടത്തുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പലരും, ഒരാൾക്കാണെങ്കിൽ ഒരു 6 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്, സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ആ വ്യക്തിയെ, കോയമ്പത്തൂരാണ്, ആ വ്യക്തിയെ കൊണ്ട് സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിയിൽ കൂടി ശബ്ദം, ഒരു ചെറിയൊരു നേരിയ ശബ്ദം മാത്രം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഭാര്യയെ കാണുമ്പോഴൊക്കെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു സംഘടനയിലെ ദർശനം എന്നുള്ള സംഘടനയിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും. ഇതിലേക്ക് വരാനായിട്ടും നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് സാധിച്ചതില് ഒത്തിരി സന്തോഷമുണ്ട്. യെരമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാചകം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്താണത്? നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായിട്ടുള്ള ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇതൊക്കെ പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ വേറെ ഇതിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ, വിശ്വാസമല്ലാത്ത ഒരു ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നെങ്കിൽ, ഞാനിങ്ങനെ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സംഭാഷണം നടത്തി കഴിഞ്ഞാൽ അവരത് സമ്മതിച്ചെന്ന് വരില്ലേ. അപ്പോ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഈശോയിലുള്ള ആ വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം എന്താണത്? ദൈവം നമ്മെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പൊ ആ പദ്ധതി മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ള പറഞ്ഞു കൊടുക്കാനുള്ള മാധ്യമമായിട്ട് ഞാൻ മാറുമ്പോൾ ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ ഇവിടെ കുട്ടികളുടെ അടുത്തേക്ക് വാല്യൂ എഡ്യൂക്കേഷന് പോകുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, ഐ എം എ
ഐ എം എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ളത്. ഞാൻ ദൈവത്തിന്റെ ഒരു ദാനമാണ്. എനിക്ക് ദാനമായിട്ട് ദൈവം തന്നിട്ടുള്ള ഈ ജന്മം എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഐ ഷുഡ് ബിക്കം എ ഗിഫ്റ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് മാറണം. അപ്പോഴാണ് ദൈവത്തിന് സന്തോഷം ഉണ്ടാകുകയുള്ളൂ. നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടപ്പോഴേ ശരിയാണ്, നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ബലഹീനതകളുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ലേ? നമ്മളാരും 100 വയസ്സിന് മേലെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് വന്നു. ദൈവം ഇരിക്കുന്ന സ്ഥലമാണുള്ള സ്വർഗം. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് ഉള്ള ഒരു ഗ്യാപ്പില് 100 വർഷം, ആ 100 വർഷം ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിലെത്തും, ദൈവത്തിലേക്ക് എത്തും. അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അപ്പൊ ഈ കാലം, ഈ ചെറിയൊരു കാലം ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സമയം മറ്റുള്ളവരെ സ്നേഹിച്ചും ദൈവത്തിന് സ്നേഹം അറിയിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാലമായിട്ട് നിങ്ങൾ തീരും. സോളമൻ അച്ഛന്റെ ജീവിതം അതാണ്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പാലം എന്നാണ് അർത്ഥം. മക്കളെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പാലമാണ് അച്ഛന്മാരും നിങ്ങളും. ദർശന സംഘടനയിൽപ്പെട്ട നിങ്ങളെല്ലാവരും നല്ലൊരു ദർശനം, നല്ലൊരു പേരാണ്. കാരണം ഈ ഒരു ദർശനം മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദർശനമുള്ള വ്യക്തികളാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പോൾ എല്ലാവരും അതില് ആകർഷരാകും. അതാണ് ഇതിന്റെ കാരണം. എത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ, പല പല മുഖങ്ങളുള്ള ദർശന സൊസൈറ്റി വളർന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാരണം ഇതാണ്. ദൈവത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും എന്നുള്ളതാണ്. ഈ അവസരത്തില് നമുക്ക് ഫിലിപ്പിക്കാർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തില് 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മൾ ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ആ ഒരു യാത്രയിലെ നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കുവാനും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കും. അതിനു വേണ്ട നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം പറഞ്ഞ് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ നമുക്കൊരു ഉറപ്പുണ്ട് നമ്മുടെ ജീവിതത്തില്. നാം ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ യാത്രയുടെ അവസാനം നാം സ്വർഗത്തിലെത്തും. അവിടെ നമുക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള നല്ല ഭാഗ്യം ഉണ്ടായിരിക്കും, സന്തോഷമായിരിക്കും. ഇവിടെയുള്ള കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം ക്ഷമയോടെ സഹിക്കുവാനായിട്ട്, ആ സങ്കടങ്ങളിൽ കൂടി നമ്മുടെ വിശുദ്ധീകരണത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സഹിക്കുവാനായിട്ട് സർവേശ്വരൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ 218ാമത്തെ മീറ്റിംഗിലെ 218ാമത്തെ സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. വളരെ മനോഹരമായ വാക്കുകളിലൂടെ അച്ഛൻ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ ഓർക്കുക, ഞങ്ങളെ പോലെയുള്ളവരെ ചേർത്ത് പിടിക്കുക. താങ്ക് യു. ക്ഷണിച്ചതിനും വയസ്സിനും അതുപോലെ തന്നെ സോളമൻ അച്ഛനൊക്കെ പ്രത്യേകം നന്ദി. താങ്ക് യു അച്ഛ. മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇംപാക്ട് കാറ്റലിസ്റ്റ് ആൻഡ് മാനേജർ ലൈവ്ലിവുഡ് ശ്രീ ഡൊമിനിക് തോമസ് സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോട് ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്ര അച്ചടക്കത്തോടുകൂടെ എല്ലാവരും ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഞങ്ങളൊരു 40 ടീം മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ. പക്ഷെ ഇത്ര അച്ചടക്കത്തോടെ എല്ലാവരും പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആദ്യമായിട്ട് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച ഫൈസിയേട്ടനും സോളമൻ അച്ഛനും ഇത്ര നന്നായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ച ജോസ് ചേട്ടനും
ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയ ഫാദർ ജോർജ് പുത്തഞ്ചിറയ്ക്കും എൻ്റെ ആശംസകളുണ്ടായിരുന്നു. ആദ്യമായിട്ട് എന്നെ ഒന്ന് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഡൊമിനിക് തോമസ് എന്നാണ്. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞാൻ ബാംഗ്ലൂരാണ് ബേസ്ഡ് ആയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഭിന്നശേഷി മേഖലയുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് ഞാൻ ഭിന്നശേഷിയുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ടെക് മഹീന്ദ്ര എന്ന് പറയുന്നത്, എനിക്കറിയാം തോന്നുന്നു എല്ലാവരും കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും, ടെക് മഹീന്ദ്ര എന്ന് പറഞ്ഞ കമ്പനി. അവിടെ നിന്നായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ഭിന്നശേഷി കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അന്ന് ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല, അന്ന് ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കുറെ ലീഡിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, APD അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, എനേബിൾ ഇന്ത്യ, ഡോക്ടർ റെഡ്ഡി ഫൗണ്ടേഷൻ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനുമായിട്ട് ഞങ്ങൾ ഫണ്ട് ചെയ്യാനായിട്ടായിരുന്നു അന്ന് ഞാൻ അവരുമായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്യും, ആളുകളെ കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഫണ്ടർ ആയിട്ടായിരുന്നു. അതായത് അവർക്ക് പോയി അവരുടെ പ്രൊജക്റ്റുകൾക്ക്, ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക്, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവർ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് 2020 മുതൽ ഞാൻ ട്രസ്റ്റ് ഫോർ റീറ്റെയിലേഴ്സ് ആൻഡ് റീറ്റെയിൽ അസോസിയേറ്റ്സ് ഓഫ് ഇന്ത്യ, ട്രെയിൻ എന്ന് പറയും, ഈസി ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ട്രെയിൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ സൗത്ത് റീജിയൻ, കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന ആയിരുന്നു ഇയർലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി സെന്ററുകൾ ഉള്ളതുകൊണ്ട് കേരള, കർണാടക, തമിഴ്നാട് 3 റീജിയനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട്, ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2021 ഷോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങളെല്ലാം കേട്ടിരിക്കും. ലുലു മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ബ്രാൻഡാണ് ഷോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ BS നാഗേഷ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം സാധാരണ ഒരു സെയിൽസ് അസോസിയേറ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു VIP ബാഗ് പോലെയുള്ള ഒരു ഷോപ്പിൽ സാധാരണ ഒരു സെയിൽസ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഷോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു ബിസിനസ് ഫോമാറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ഷോപ്പ് സ്റ്റോപ്പ് 1985 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്നത് നമുക്ക് ഓരോ ബ്രാൻഡുകൾക്ക് ഓരോ ഷോപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഷോപ്പ് സ്റ്റോപ്പ് വന്നതിൽ കൂടെ ആദ്യമായിട്ട് ചെയ്തത് പല ബ്രാൻഡുകൾ ഒരു ബിൽഡിങ്ങിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഷോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു. ഇന്ന് നിങ്ങൾ ലുലു മോൾ അല്ലെങ്കിൽ ഓരോ മോളുകളിൽ, ഫോറം മോളിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, ഒരു ഷോപ്പിംഗ് മോളിനുള്ളിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. 1985 ഇതൊന്നും ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ച 1985 അത് ഷോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡുകൾ കൂടിയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ റീറ്റെയിൽ മേഖലയിൽ തന്നെ ഒരുപാട് വലിയൊരു ചേഞ്ചസ് ആണ് അവിടെ വന്നത്. അപ്പം നമ്മുടെ ഫൗണ്ടർ മിസ്റ്റർ BS നാഗേഷ് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, 25 വർഷം ലേണിങ്ങും 25 വർഷത്തെ ഏണിങ്ങും 25 വർഷത്തെ ഗീവ് ബാക്കും. അതായത് 25 വർഷം പഠിച്ച് 25 വർഷം ഏൺ ചെയ്തു. ഇനിയുള്ള 25 വർഷം അദ്ദേഹത്തിന് എഫക്റ്റീവായിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. ബാംഗ്ലൂർ രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ്, ബട്ട് നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ളത് മുംബൈയിലാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് 12 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 55 സിറ്റികളിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏകദേശം 125 പാർട്ട്നേഴ്സ്, NGO പാർട്ട്നേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, ഈ 125 പാർട്ട്നേഴ്സിൽ ദർശന സൊസൈറ്റി നമുക്ക് തൃശ്ശൂർ ഒരു സെന്റർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. 2020 മുതലാണ് കേരളത്തിൽ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ടൊരു മലയാളിയായിട്ട് ഈ ട്രെയിൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് എനിക്കാണ് കിട്ടിയത്. അന്ന് മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേരളത്തിലേക്ക് ഒരു സെന്റർ തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് 2020 കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നുണ്ടാവും, കൊത്തലിംഗോ എന്ന് പറഞ്ഞ ഫാദേഴ്സിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സെന്റർ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ഒരുപാട് ഓർഗനൈസേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് ഭിന്നശേഷിക്കാരുമായിട്ട് ലക്കിലി 2024 വർഷം ഏകദേശം അതിന്റെ ഒരു ആരംഭത്തിൽ തന്നെ നമുക്ക് ദർശന സൊസൈറ്റിയുടെ നേതൃത്വം കൊടുക്കുന്ന സോളമനച്ചനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ദർശന സൊസൈറ്റിയുമായിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ ഏകദേശം 55ഓളം കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. ട്രെയിനിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ട്രെയിൻ
ഒരു പ്രോഗ്രാമിന്റെ പേരാണ് പങ്ക്. ഇത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഇത് 45 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് വന്ന് താമസിച്ച് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള എല്ലാ യുവാക്കൾക്കും ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കാൻ പറ്റും. കേരളത്തിൽ നമുക്ക് 6 സെന്ററുകളാണ് ഉള്ളത്. മലപ്പുറത്ത്, നിലമ്പൂരും മലപ്പുറത്തും ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്ത് 2 സ്ഥലത്ത്, പറവൂരും പിന്നെ എടപ്പള്ളിയിലും. ടോട്ടൽ 6 സെന്ററുകളാണ് ഉള്ളത്. ഈ സെന്ററുകളിലെല്ലാം കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാരായ ഏത് കുട്ടികൾക്കും, സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ലോ വിഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക്, ഓർത്തോപീഡിക് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ട്രെയിനിങ്ങിന്റെ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് അവർക്ക് വേണ്ട ഫുഡ്, അക്കോമഡേഷന് എല്ലാ വ്യവസ്ഥകളും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ആവശ്യമുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് റീറ്റെയിൽ എന്ന് പറഞ്ഞ വലിയൊരു മേഖലയാണ്. അതിനകത്ത് നമുക്ക് ഒത്തിരി സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ഹൈപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ QSR റെസ്റ്റോറൻറ്റ്സ് പോലത്തെ KFC, മാക്ഡി, ബർഗർ കിങ്, അല്ലെങ്കിൽ പിസ്സ ഹട്ട് പോലെയുള്ള കമ്പനികൾ വർക്ക് ചെയ്യാനായിട്ട്, വെയർ ഹൗസസിന് വർക്ക് ചെയ്യാനായിട്ട്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നമുക്കറിയാവുന്ന ഡെലിവറി എന്ന് പറയുന്ന കമ്പനികളിൽ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം 2011 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 2-3 കമ്പനികൾ മാത്രമായിരുന്നു ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികളെ ഹയർ ചെയ്തിരുന്നത്. പക്ഷെ താങ്ക്സ് ടു CSRന്റെ ഇംപ്ലിമെന്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കമ്പനികൾ ഭിന്നശേഷി ആളുകളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ ഹയർ ചെയ്യുന്ന മണ്ടേറ്റ് ആയിട്ട് 2% മുതൽ 5% വരെ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. ഏത് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്താലും, ഫോർ എക്സാമ്പിൾ റിലയൻസിന്റെ എല്ലാ ബ്രാൻഡുകളിലും, എല്ലാ സ്റ്റോറുകളിലും, ടാറ്റയുടെ എല്ലാ ബ്രാൻഡുകളിലും, എല്ലാ സ്റ്റോറുകളിലും, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് അറിയാവുന്ന മാക്സ്, ലൈഫ് സ്റ്റൈൽ, ഈസി ബൈ പോലുള്ള കമ്പനികളിലെ എല്ലാ ബ്രാൻഡുകളിലും അവര് ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസത്തില് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് 5 കുട്ടികളെ ബോബി ചെമ്മണ്ണൂരിന്റെ ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് റീറ്റെയിൽ സെക്ടറിലേക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ 55,000 കുട്ടികൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്ക് 55,000 ആളുകളെ എത്തിച്ചേരാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എയിം ചെയ്തേക്കുന്ന അടുത്ത 10 വർഷം കൊണ്ട് നമ്മൾ 100,000 ആളുകൾക്ക് വേണ്ടി നമുക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ മേജർ സിറ്റികളിലും, കേരളത്തിൽ നമ്മൾ 3-4 സിറ്റികളാണ് ഫോക്കസ് ചെയ്യുന്നത്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ട്രിവാൻഡ്രം പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ NGOസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ട്രെയിന് ഉള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ട്രെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ 2022 ആദ്യമായിട്ട് ഞാൻ എൻ്റെ ടീമിലേക്ക് ഒരു ഡിസേബിൾ ആയ വ്യക്തിയെ ഹയർ ചെയ്തത്. അദ്ദേഹം ഒരു ഡാർഫ് ഉള്ള ഒരു കുട്ടിയാണ്, മുഖം കുറഞ്ഞൊരു കുട്ടിയാണ്. അപ്പം അദ്ദേഹം നമ്മുടെ ട്രെയിനിങ് സെന്റർ 2018 പഠിച്ചിട്ട് ഒരു കമ്പനിയിൽ ജോലി എടുത്തോണ്ടിരുന്നു. കോവിഡിന്റെ സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ സെന്ററിൽ തിരിച്ചു വിളിച്ച് എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത്രയും കുറച്ച് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല, തമിഴ് മാത്രമാണ് സംസാരിക്കുന്നത്. ചെന്നൈയില് കടലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പം അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് ഒരു വാക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ടൈപ്പ് ചെയ്യാൻ മാത്രമാണ്. ഇതാണ് അദ്ദേഹത്തിന് അറിയാവുന്ന ക്വാളിഫിക്കേഷൻ. ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ എടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് തമിഴ് മാത്രം അറിയാം, എനിക്ക് മലയാളം, ഇംഗ്ലീഷ്, കന്നഡയൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ പറയാൻ പറ്റുന്ന പോലെ എല്ലാം സംസാരിച്ചു. പക്ഷെ ഇദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിൽ നമുക്കുള്ള 15 സെന്ററുകളിലെ പ്ലേസ്മെന്റ് സ്വന്തമായിട്ട് നോക്കി നടത്തുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ 3 വർഷത്തിന് ശേഷം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഏത് സെന്ററുകളിൽ പോയി കഴിയുമ്പോഴും ഞാൻ ആദ്യം പറയുന്ന എക്സാമ്പിൾ ആണ്, ഇത്രയും പഠിപ്പും അദ്ദേഹത്തിന് വെറും +2 മാത്രമേ ഉള്ളൂ, തമിഴ് മാത്രം അറിയുന്ന ആൾക്കാർക്ക് 15 സെന്ററുകളിൽ ഏകദേശം നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമായിട്ട് 800 കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. 800 കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾക്കും അവർക്കും അതിൻ്റെതായ പവറുകളുണ്ട്. വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു സെന്ററിൽ ഒരിക്കൽ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ അലൂമിനിയം മീറ്റുകൾ കണ്ടക്ട് ചെയ്യും. അതായത് പഠിച്ചിറങ്ങിയിട്ട് അവർ 1 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അലൂമിനിയം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്.
അന്ന് അങ്ങനെ ഒരു അലുമിനായി മീറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ 3 വർഷം ആയിട്ട് നമ്മുടെ സെന്ററിൽ പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് വന്നത്. അദ്ദേഹം ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ട്. ബിഗ് ബാസ്ക്കറ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല കാര്യങ്ങളും ഓർക്കിയല്ല, മറന്നുപോകും. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ടോയ്ലറ്ററി കാര്യങ്ങൾ ഉപേക്ഷിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം നമ്മുടെ സെന്ററിലേക്ക് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ബസ് കയറ്റി അമ്മ വന്നു. അമ്മ ട്രെയിനിങ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് അവിടെ കാത്തു നിൽക്കും. ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഫുഡിന്റെ സമയമാകുമ്പോൾ വാരി കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെയായിരുന്നു കുട്ടി വന്നോണ്ടിരുന്നത്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ കണ്ടു. അപ്പൊ ഞാൻ ട്രെയിനറോട് പറഞ്ഞു, ഈ അമ്മയോട് ഇനി വരരുത് എന്ന് പറയാ, ഈ കുട്ടിയുടെ അമ്മയോട് വരരുത് എന്ന് പറയാം. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അമ്മ പറഞ്ഞു, ഞാൻ രാവിലെ കുട്ടീനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ബസ് കയറ്റി വിടാം, നിങ്ങൾ ആരെങ്കിലും വന്ന് കുട്ടീനെ ഇറങ്ങുന്ന സ്ഥലത്ത് പിക്കപ്പ് ചെയ്ത് സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2-3 ദിവസം അങ്ങനെ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞു, അമ്മ ബസ് കയറ്റി വിട്ടാൽ ഞാൻ തന്നെ കയറി പൊക്കോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ബാച്ച് കഴിയാനായി കഴിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞു, അമ്മ ഇനി വരണ്ട, ഞാൻ സ്വന്തമായിട്ട് ബസ്സിൽ കയറി, എനിക്കറിയാം ബസ്സിന്റെ നമ്പർ, ബസ്സിൽ കയറി ഞാൻ അവിടെ പോയി ഇറങ്ങി സെന്ററിലേക്ക് തന്നെ നടന്നു വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾ 3 ഇന്റർവ്യൂവിന് അയച്ചു. ആദ്യമായിട്ട് ആമസോണിലായിരുന്നു അയച്ചത്, പിന്നെ വേറൊരു കമ്പനിയിലും, മൂന്നാമതായിട്ട് ബിഗ് ബാസ്ക്കറ്റിലും പറഞ്ഞു വിട്ടു. ബിഗ് ബാസ്ക്കറ്റ് നമ്മുടെ സെന്റർ തൊട്ടടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടി സമയം 10 മണിയാണെങ്കിൽ 10 മണിക്ക് കൃത്യമെത്തും. ലഞ്ചിന്റെ സമയത്ത് 1 മണിക്കാണ്, ലഞ്ചിന്റെ സമയത്ത് അദ്ദേഹം പോവും, കഴിക്കും, തിരിച്ചു വരും, വർക്ക് സ്റ്റാർട്ട് ചെയ്യും. മറ്റുള്ളവർ 1 മുതൽ 2 മണി വരെ ആണെങ്കിൽ 1-1.25 അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വോക്കിൽ ജോയിൻ ചെയ്യും. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഇവർക്കൊരു വാഹനം മേടിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അച്ഛന് ഏകദേശം നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അച്ഛൻ പറഞ്ഞു, എനിക്കൊരു വണ്ടി മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മകനോട് ചോദിച്ചു, മോനെ നീ ഇത്രയും വർഷമായിട്ട് 3 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിനക്ക് എന്തെങ്കിലും സേവിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. സേവിങ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിൽ അവർ സാധാരണ ഒരു കാര്യത്തിൽ കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഏകദേശം 4.5 ലക്ഷം രൂപയായിരുന്നു ആ കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നത്. ആ കുട്ടി എടുത്തിട്ട് അന്ന് വണ്ടി വാങ്ങാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇമാജിൻ ചെയ്യാം, 3 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കുട്ടിക്കായിരുന്നു ഇത്രത്തോളം ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറഞ്ഞത്. ഡിസേബിളുമായിട്ടുള്ള വ്യക്തികളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. എന്നെക്കാളും കൂടുതൽ കഴിവുള്ള വ്യക്തികളാണ്, പക്ഷെ നമ്മുടെ പ്രത്യക്ഷം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളും അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് ഒത്തിരി ചെയ്യാനുള്ള കഴിവുകളും അതിനുള്ള പ്രാപ്തികളും ഉള്ള കുട്ടികളാണ് ഉള്ളത്. പക്ഷെ നമ്മൾ 2 കാര്യം ചെയ്താൽ മാത്രമേ അവർ മുന്നോട്ട് വരത്തുള്ളൂ. ഒന്ന്, അവസരങ്ങൾ കൊടുക്കുക, അവസരങ്ങൾ അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുക. രണ്ടാമത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാം. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭിന്നശേഷിക്കാരും നമ്മളെ പോലെ ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ട്രെയിനും കഴിഞ്ഞ 10-12 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ മുംബൈയിൽ ഒരു കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അതിന്റെ പേര് ഏകം എന്നാണ്. ഏകം എന്ന് പറഞ്ഞാൽ 1 യുണീക്ക്, അതായത് എല്ലാവരും ഒരുമിച്ച് എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത്, ഇന്ത്യയിലെ എല്ലാ മേജർ കമ്പനികളിലും HR CEOs ഉള്ള ആളുകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് പറയാണ്, ഇത്രയും ആൾക്കാർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കമ്പനികളിൽ ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൂടാ എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡിസേബിൾ ആയ വ്യക്തികൾക്ക് ഒത്തിരി കമ്പനികൾ മുന്നോട്ട് വന്നു. എന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുന്ന സ്കെച്ചേഴ്സ് എന്ന് പറഞ്ഞ ഷൂ ബ്രാൻഡ്, അവരാദ്യമായിട്ട് കഴിഞ്ഞ വർഷം 2024 ഇവർ മുന്നോട്ട് വന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്ത് ചെയ്യാൻ ഞങ്ങൾ ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾ എടുക്കാൻ തയ്യാറാണ്, പക്ഷെ എന്ത് ചെയ്യണം. ഞങ്ങൾ ഏകദേശം 6 മാസം അവരുടെ അടുത്ത് എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ സ്റ്റോറുകളിലും കയറി ചെല്ലുമ്പോൾ ആക്സസിബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരു സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, സംസാരിക്കാൻ പറ്റാത്ത കുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, സൈൻ ലാംഗ്വേജ് വരെയുള്ള ട്രെയിനിങ് വരെ അവിടുത്തെ സ്റ്റാഫിനെ കൊടുത്തു കഴിഞ്ഞു. അവരാദ്യമായിട്ട് സ്കെച്ചേഴ്സ് ഇങ്ങനെ എടുത്തു. വേറൊരു ചെറിയ എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇന്ത്യയില് ആദ്യമായിട്ട് ഐക്യ സ്റ്റോർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം 400 ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഹയർ ചെയ്തു. അന്ന് ആ 400 കുട്ടികളെ ഹയർ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ഓർഗനൈസേഷൻ കൂടിയാണ് ട്രെയിൻ. അപ്പോ ഇങ്ങനെ ഒരു അവസരം തന്നതിനും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്ത സോളമൻ അച്ഛനും പയസേട്ടനും മറ്റുള്ള എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒത്തിരി അറിവുകളിലൂടെ കടന്നു പോകാൻ സാധിച്ചു. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്.
അതില് ഭിന്നശേഷിക്കാർ പങ്കാളിത്തം വഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എന്നെ ഒരുപാട് സന്തോഷം. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, അതിലും എല്ലാവരും പങ്കാളിത്തം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓരോരോ കഴിവുകളും എല്ലാതും ഉണ്ട്. പക്ഷെ അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരങ്ങളാണ് നമുക്ക് കിട്ടാത്തത് പലതും. എന്നുവെച്ചാൽ കൊണ്ടുവരാനും പോവാനും അത് പഠിക്കാനും ഒക്കെയുള്ള ചില അവസരങ്ങൾ പലർക്കും കുറെ അറിവുള്ളവർക്കായാലും അത് നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ചെന്ന് സാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇതുവരെ എത്തിച്ചേർന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾക്ക് അഭിനന്ദനം. അത് കേട്ടപ്പോ ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഇനിയും ഒത്തിരി ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്ര നേരം ഇത്രയും തിരക്കുകൾക്കിടയിലും ഇത്ര നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തത് ആശംസ പറയുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന പൊക്കളങ്ങര ഈസ്റ്റ് അംഗനവാടിയിലെ ശ്രീമതി റീറ്റ ടീച്ചർ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 218ാമത്തെ സംഗമം പറഞ്ഞു, സ്നേഹസംഗമം കണ്ടു. ഞാൻ ദർശന കുടുംബത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചതിന് എല്ലാവർക്കും നന്ദി. ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാദർ സോളമൻ അച്ഛൻ സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. നന്നായിണ്ട് അച്ഛ, നല്ല ദർശന കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും പിന്നെ ഇതില് അച്ഛന്റെ എല്ലാ വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. നല്ലൊരു അച്ഛന്റെ പോലത്തെ ഒരു സാരഥി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദർശന കുടുംബം നല്ല സൂപ്പറായി പോകും. അവര് എല്ലാ വിധത്തിലും അവരെ കൈപിടിച്ച് പൊന്തിച്ചു കൊണ്ടുവരാം. പോസിറ്റീവ് നെഗറ്റീവ് ഒരാളും പോവരുത്, എല്ലാവരും പോസിറ്റീവായിട്ട് വരിക. പിന്നെ ഒരു പാട്ട് പാടുന്ന കേട്ടു, ഒരു ക്ലാരക്കുട്ടി, നല്ല പാട്ടായിരുന്നു. അതുപോലെ ഉദ്ഘാടനം ചെയ്ത അച്ഛൻ ജോർജ് അച്ഛൻ പറഞ്ഞതും നല്ല വാക്കുകളായിരുന്നു. ഇപ്പൊ ഡൊമിനിക് സാറ് പറഞ്ഞതും നല്ല നല്ല കഴിവുകളായി കുട്ടികളൊക്കെ കൊണ്ടുപോയി വാർത്തെടുത്ത് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതിനും അച്ഛനോടായാലും എല്ലാവിധ ആശംസകളും ഞാൻ പറയുന്നു. പിന്നെ ഇപ്പൊ മത്സരത്തില് പങ്കെടുത്ത എല്ലാവർക്കും എന്റെയും എന്റെ അംഗൻവാടിയിലും എന്റെ പ്രൊജക്ട് തലത്തിന്റെയും വിധത്തില് എല്ലാവിധ ആശംസകളും പറയുന്നു. ഞാൻ ഈ ലീനനായിട്ട് പിന്നുള്ളവരായിട്ട് കണ്ടുമുട്ടിയത് ബ്ലോക്ക് തല ഭിന്നശേഷി ആരവം പരിപാടി വെച്ചിട്ടാണ്. നല്ല പരിപാടിയായിരുന്നു. ഇവരുടെ എല്ലാ കഴിവുകളും ഞാൻ അവിടെ കണ്ടുമുട്ടി. സൂപ്പറാണ്. അപ്പൊ അവരെ എല്ലാവിധ സോളമച്ചൻ ഇവരെ എല്ലാ വിധത്തിലും പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റണതിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ആ ദർശന കുടുംബത്തിലേക്ക് എന്തിനും വേണമെങ്കിൽ ഞാൻ പങ്കുചേരാം, എനിക്ക് ഒഴിവുള്ള സമയത്താണെങ്കിൽ. അപ്പോ ഈ ദർശന കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും, പിന്നെ മത്സരത്തിൽ ജയിച്ച എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ടീച്ചർ, ഒത്തിരി നന്ദി. ഇത്ര നേരം തിരക്ക് കുട്ടികളെ ഉറങ്ങണ സമയമാണ്. അപ്പൊ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് അവര് ഉണരട്ട. അപ്പൊ ഒത്തിരി നന്ദി കേട്ടോ ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. നന്ദി പറയുന്നതിനായി നന്ദി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്നേഹസംഗമത്തിൻ്റെ 218ാമത്തെ ആഴ്ചയാണ് നമ്മുടെ ഈ സ്നേഹസംഗമം. നമ്മൾ ഇന്ന് അവസാന നിമിഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളായിട്ട് പറഞ്ഞിരുന്ന മുഴുവൻ പേരും കൃത്യസമയത്ത് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയും നമുക്ക് നല്ല നിർദ്ദേശങ്ങളും നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ചെയ്തു. വളരെയധികം സന്തോഷം അതിലറിയിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ ഇവിടെ അനൗൺസ് ചെയ്തത് ഉണ്ടായിരുന്നു സിജോൻ്റെ ഭവന നിർമ്മാണം. അതിനെല്ലാവരും പ്രാർത്ഥിക്കണം. അവന് കൃത്യസമയത്ത് പൈസ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന സഹായം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുത്തിട്ടാണ് ദർശന സ്വന്തമായി ഒരു ഭവനത്തിലേക്ക് മാറാനായിട്ട് അവസരം വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചുണ്ടെങ്കിൽ 14ാമത്തെ ഭവനം മറ്റുള്ളവർക്ക് പണിത് തുടങ്ങിയപ്പോഴാണ് ദർശനയ്ക്ക് സ്വന്തമായിട്ട് ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മളും വളരുന്നത് എന്നുള്ള ആ
പാഠം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുക ഈ പ്രവൃത്തി നമുക്ക് സാധിക്കുന്നു. ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിൽ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയ റവറൻ ഫാദർ ജോർജ് പുത്തഞ്ചിറ CMAH, വളരെ സന്തോഷമാണ് നമ്മുടെ ജോർജ് അച്ഛൻ ഉണ്ടായിരുന്നത്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ നല്ല സ്നേഹത്തോടെ അച്ഛൻ സംസാരിച്ചു. അച്ഛൻ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇന്ന് കൃത്യസമയത്ത് തന്നെ തുടക്കം മുതൽ തന്നെ നമ്മോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. തിരക്കുകൾക്കിടയിലും അച്ഛൻ നല്ല മോട്ടിവേഷൻ ക്ലാസ് നമുക്ക് തരികയും നമ്മോടൊപ്പം ആയിരിക്കുകയും ചെയ്തതിൽ ദർശന ക്ലബിൻ്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും പേരിൽ ഇന്നത്തെ സ്നേഹസംഗമത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് പങ്ക് പ്രൊജക്റ്റ്. കുട്ടികളെ പിടിക്കണം, കുട്ടികളെ വേണം, 5 കുട്ടികളുടെ കുറവുണ്ട്, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഈ കുട്ടികളെ പിടിക്കണം, കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറയുന്ന നമ്മളോട് പറയുന്ന ഒരാളായിരുന്നു ഇന്നത്തെ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന നമ്മുടെ ഡൊമിനിക് തോമസ് സാറ്. പലപ്പോഴും ഞാൻ നമ്മുടെ ഈ പങ്ക് പ്രൊജക്റ്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കുമ്പോഴാണ് കൂടുതൽ സാറായിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ ആയിട്ട് സാധിച്ചത്. നമ്മൾ കുറച്ച് ഭിന്നശേഷിക്കാരേ ഉള്ളൂ, പക്ഷേ സാറിൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരായിട്ടുള്ള ബന്ധങ്ങൾ സാറിനുണ്ട്. അപ്പോൾ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയും അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ മുഖ്യ അതിഥിയായി നമുക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചതും. വളരെ നല്ല രീതിയിൽ പങ്ക് എന്ന പ്രൊജക്റ്റും അതുപോലെ ട്രെയിൻ എന്ന ട്രസ്റ്റും എന്താണെന്നും അവരുടെ പ്രവർത്തനങ്ങളും നമുക്കതിലെങ്ങനെ ഭാഗമാവാമെന്നും എല്ലാം വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരികയും ചെയ്ത നമ്മോടൊപ്പം സഹകരിച്ച നല്ല തിരക്കുള്ള സാറാണ്. എന്നിരുന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിന് ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ നന്ദി ആശംസകൾ പറയാനായിട്ട് എത്തിച്ചേർന്ന പോക്കോളങ്ങര ഈസ്റ്റ് അംഗൻവാടി ടീച്ചർ. നമുക്കൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളും അംഗൻവാടിയിൽ കിടന്നുറങ്ങിയതൊക്കെ നമുക്ക് ഓർമ്മകളുണ്ടാവും. ഞാനിപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചർ കുട്ടികൾ ഉറങ്ങാവില്ലേ എന്ന് വെച്ചപ്പോൾ തലയിട്ടാട്ടുന്നുണ്ട് ടീച്ചർ. പെട്ടെന്ന് തന്നെ ഞാനും എൻ്റെ അംഗൻവാടി ജീവിതം ഒന്ന് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. ഏറ്റവും പ്രയാസമുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഒരുക്കി മുന്നിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ഒരു കടമ്പയാണ് ഈ അംഗൻവാടിയിൽ ലഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ആ കുഞ്ഞു ഹൃദയങ്ങളിൽ വെച്ചുകൊണ്ടാണ് മുന്നിലോട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉറക്കവും ഭക്ഷണവും അവരുടെ ദിനചര്യകളും ഒക്കെ പഠിപ്പിച്ച് ഭംഗിയായി അവരെ പൊതുസമൂഹത്തിലേക്ക് കയറ്റി കൊടുക്കുന്ന ആദ്യത്തെ ക്ലാസ്സാണ്. ആ ക്ലാസ് വിജയകരമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റീജ ടീച്ചറും ടീച്ചർ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേരുകയും ചെയ്തതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സ്നേഹസംഗമത്തിൻ്റെ അധ്യക്ഷനായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ സോൾമൻ കടമ്പാട്ടുപറമ്പിലച്ഛൻ. അച്ഛൻ കുറച്ച് തിരക്കിലാണ്, അതാണ് ഇന്നും അച്ഛന് കയറാൻ ലേറ്റായത്. നമ്മുടെ ഓഫീസ് മാറ്റമായിട്ട് അയ്യന്തോൾ എന്നുള്ള ഓഫീസ് ഒല്ലൂർ കമ്പനി പടിക്കലേക്ക് മാറ്റിയിരുന്നു. അതിൻ്റെ ഒരു തിരക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഫയലുകൾ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തിരക്കിനിടയിലാണ് നമ്മോടൊപ്പം ഒരു 5 മിനിറ്റ് അച്ഛൻ സമയം ചെലവഴിച്ചത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നതിന് മുന്നിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സോൾമച്ചന് ഈ സ്നേഹസംഗമത്തിൻ്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സ്നേഹസംഗമം വളരെ ഭംഗിയായി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അലീന അംശ നാട്ടിക, അതുപോലെ ഈ സ്നേഹസംഗമത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം ലഭിക്കുന്നതിന് വേണ്ടി അതിമനോഹരമായ പ്രാർത്ഥന ഗീതം ആലപിച്ച ശശി പുതിരുത്തി, അതോടൊപ്പം ഇന്നത്തെ സ്നേഹസംഗമത്തിൽ വിശിഷ്ട വ്യക്തികളെയും അതുപോലെ എത്തിച്ചേരുന്ന ഗ്രൂപ്പ് അംഗങ്ങളെയും സ്വാഗതം ചെയ്ത കുമാരി മേരി വടൂക്കര, ദർശന ക്ലബിൻ്റെ ഓരോ ആഴ്ചത്തെയും റിപ്പോർട്ട് വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
ശ്രീ ജോസ് കോർട്ടി, നമ്മുടെ ജോസേട്ടൻ, അതുപോലെ ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഇന്നത്തെ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ലീഡേഴ്സ് ഉണ്ട്, ഇൻചാർജുമാരുണ്ടാവാം, മറ്റു ഗ്രൂപ്പ് അംഗങ്ങൾ. ഈ സ്നേഹസംഗമത്തിൻ്റെ വളർച്ചയ്ക്കും ദർശനയുടെ പുരോഗതിക്കും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ദർശനയുടെ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നതിൽ അവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സമയം വരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി PRO എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു. വളരെ മനോഹരമായി നമ്മളുടെ 218 സ്നേഹസംഗമം അവസാനിച്ചു. ഏറ്റവും സ്നേഹത്തോടെ തന്നെ 219 സ്നേഹസംഗമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. ലീന MJ, നാട്ടിക.